കുളങ്ങര വീരൻ പുലി മാർത്താണ്ഡൻ അധികം അറിയിക്കപ്പെടാത്ത ആദ്യ ബ്രിട്ടീഷ് വിരുദ്ധ സമരനായകനാണ്. ആറ്റിങ്ങൽ റാണിമാരുടെ വിശ്വസ്ത സേവകനും ചിറയൻകീഴ്, അഴൂർ, പെരുങ്ങുഴി, പെരുമാതുറ, കഠിനംകുളം, ചിലമ്പിൽ, ശാസ്തവട്ടം തുടങ്ങിയ പ്രദേശങ്ങളിലെ കരപ്രമാണിയുമായിരുന്നു കുളങ്ങര വീട്ടിൽ പുലി മാർത്താണ്ഡൻ എന്ന ഇരവി മാർത്താണ്ഡപിള്ള. കുളങ്ങര വീട്ടിൽ ഇരവിപ്പിള്ളയുടെ മരുമകനായിരുന്നു അദ്ദേഹം. പുലി എന്നതിന് തെക്കേ ഇന്ത്യൻ ഭാഷകളിൽ വീരൻ എന്നാണ് അർത്ഥം. 1664 ഫെബ്രുവരി മാസത്തിൽ ഡച്ച് ക്യാപ്റ്റൻ ന്യൂഹാഫ് എഴുതിയ കുറിപ്പിൽ നായർ സേനയുടെ അധിപനായി മാർത്താണ്ഡപിള്ളയെ പരാമർശിക്കുന്നുണ്ട്. 1664 മാർച്ച് 2-ാം തീയതി തിരുവിതാംകൂർ രാജാവിൻ്റെ പ്രതിനിധിയായ തിരുവിതാംകൂർ കുറുപ്പും നായന്മാരുടെ നായകനായ മാർത്താണ്ഡപിള്ളയുമായി താൻ കൊല്ലം റാണിയെ അവരുടെ ആസ്ഥാനത്തെത്തി കാര്യങ്ങൾ ധരിപ്പിച്ചതായും ന്യൂഹാഫ് വ്യക്തമാക്കുന്നു. പിൽക്കാലത്ത് മാർത്താണ്ഡപിള്ളയുടെ അധികാരസ്ഥാനങ്ങൾ വർദ്ധിച്ചു. കണക്കുതമ്പി മാർത്താണ്ഡപിള്ള ഉമയമ്മ റാണിയുടെ വിശ്വസ്തനായി തീർന്നു. ഇക്കാലത്ത് വടക്കൻ കോട്ടയം രാജകുടുംബത്തിലെ വീരകേരളവർമ്മയെ തിരുവിതാംകോട്ടേക്ക് ദത്തെടുത്തു. അതേ തുടർന്ന് മാർത്താണ്ഡപിള്ള വീരകേരളവർമ്മയുടെ ആത്മമിത്രവും വലങ്കയുമായി. കേരളവർമ്മ രാജ്യത്ത് പല പരിഷ്കാരങ്ങളും നടപ്പിൽ വരുത്തി. ഇതേ തുടർന്ന് പുലി മാർത്താണ്ഡനോടും തമ്പുരാനോടും ചിലർക്ക് പക വർദ്ധിച്ചു. മുഗളനുമായി തിരുവട്ടാറിൽ വച്ച് നടന്ന യുദ്ധത്തിൽ കേരളവർമ്മയുടെ സൈന്യത്തിൻ്റെ ചുമതല പുലി മാർത്താണ്ഡനായിരുന്നു വഹിച്ചിരുന്നതെന്ന് ചരിത്രമുണ്ട്. മുഗളപ്പടയെ നിശേഷം പരാജിതനാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വെമ്പായത്ത് വീരകേരളവർമ്മയുടെ അനുവാദത്തോടെ പുലി മാർത്താണ്ഡൻ ഒരു ആയുധ പരിശീലന കളരി സ്ഥാപിച്ചു. ഇതിൻ്റെ ഭാഗമായുള്ള 50 ഇലങ്കവും മറ്റവശേഷിപ്പുകളും അടുത്ത കാലം മുൻപ് വരെ ഉണ്ടായിരുന്നു. ആറ്റിങ്ങലിനടുത്തുള്ള 5 തെങ്ങിൽ ഒരു പ്രദേശം റാണിയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അവർ അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദവും 1690 റാണിയിൽ നിന്ന് നേടി. ക്രമേണ കുളങ്ങര വീരന് മേൽക്കോയ്മയുള്ള പ്രദേശങ്ങളിലേക്കും വെള്ളക്കാർ നിർബന്ധിത ഇടപെടലുകൾ നടത്തുകയുണ്ടായി. ഇതിൽ കുപിതനായ പുലി മാർത്താണ്ഡൻ ജനങ്ങളെ ഒത്തുചേർത്ത് വെള്ളക്കാർക്കു നേരെ ആഞ്ഞടിച്ചു. പിള്ളയെ ഏതുവിധേനയും ഇല്ലാതാക്കാൻ വെള്ളക്കാർ തീർച്ചപ്പെടുത്തി. അവർ പിള്ളയുടെ ശത്രുപക്ഷത്തുള്ള ചില മാടമ്പിമാരുമായി രഹസ്യ നീക്കം തുടർന്നു. ഒരിക്കൽ തൻ്റെ കുതിരപ്പുറത്തേറി വരുന്ന പുലി മാർത്താണ്ഡനെ ശത്രുക്കൾ ഒളിച്ചിരുന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ചു. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആ ചതിയുദ്ധത്തിൽ അദ്ദേഹം ആവുന്നത്ര പോരാടി നിന്നു. ഇതിനിടയിൽ അടുത്തുള്ള ഒരു മരത്തിൽ കയറി ഒളിച്ചു നിന്ന ഒരാൾ പിള്ളയുടെ നേരെ കൂർത്ത കുന്തമെറിഞ്ഞു. തൻ്റെ പരദേവതയായ കഠിനംകുളത്തപ്പനെയും ശ്രീ പത്മനാഭസ്വാമിയെയും മനസ്സാ വണങ്ങി ആ വീരയോദ്ധാവ് വീരമൃത്യു പൂകി. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വീരകേരളവർമ്മ അത്യധികം ദുഃഖിച്ചു. തൻ്റെ വിശ്വസ്തനോടുള്ള ആദരവിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് രാജാവ് കരമൊഴിവാക്കിക്കൊണ്ട് ഒട്ടേറെ നിലങ്ങളും പുരയിടങ്ങളും ചിലമ്പിലും വെമ്പായത്തും ഇറയിലായി ദാനം ചെയ്തു. അതേ വർഷം കർക്കിടക മാസം 21-ാം തീയതി വീരകേരളവർമ്മ രാജാവും തിരുവനന്തപുരത്ത് വച്ച് ശത്രുക്കളാൽ വധിക്കപ്പെട്ടു. പെരുങ്ങുഴിയിലും ചിലമ്പിലുമുള്ള കുളങ്ങര തറവാട്ടുകാരുടെ ശാസ്താക്ഷേത്രങ്ങളിൽ പുലി മാർത്താണ്ഡപിള്ളയെ പുലിപ്പിറമാടൻ എന്ന സ്വരൂപത്തിൽ വീരമൂർത്തിയായി ആരാധിച്ചു പോരുന്നു. ആറ്റിങ്ങൽ, വീരളം, വെമ്പായം, കുണൂർ, ചിലമ്പിൽ, മൂർത്തിനട എന്നിവിടങ്ങളിലും മാടൻ എന്ന പേരിൽ അദ്ദേഹം ആരാധ്യനാണ്. കൊല്ലത്തിന് തെക്കുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങളിലെ ചില പഴയ കുടുംബ തെക്കതുകളിൽ വീരാധനയുടെ ഭാഗമായി പുലി മാർത്താണ്ഡന് വർഷത്തിലൊരിക്കൽ മാടന് കൊടുപ്പ് എന്ന ചടങ്ങും നടത്തിയിരുന്നതായി അറിയാം. വീരനായകനായ പുലി മാർത്താണ്ഡൻ്റെ ജീവിതകഥ ആഖ്യാനം ചെയ്യുന്ന ഒരു തെക്കൻ പാട്ടും ലഭ്യമായിട്ടുണ്ട്.